My beautiful souls, welcome back to my channel. Hope you guys are doing awesome today. എന്താണ് ഈ സമയം നിങ്ങൾ കേൾക്കേണ്ടത്? നിങ്ങൾക്കുള്ള മെസ്സേജ് എന്താണ് നിങ്ങളുടെ കറന്റ് സിറ്റുവേഷൻ? ഓക്കെ, സോ നിങ്ങൾ എന്തൊരു കാര്യത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാണ്, എന്തൊരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങളെ പ്രിപ്പയർ ആക്കിക്കൊണ്ടിരിക്കുകയാണ്, റൈറ്റ്? സിറ്റുവേഷൻ, ടൈം ഒക്കെ നിങ്ങളെ എന്തൊരു കാര്യത്തിന് വേണ്ടി റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്, റൈറ്റ്? സോ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങൾ എന്തെങ്കിലും മേജർ കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്തിലൂടെയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ, റൈറ്റ്? സോ ഓർ നിങ്ങൾ ചില കാര്യത്തിന് വേണ്ടി എല്ലാ രീതിയിലും റെഡിയാണ്. അത് മേ ബി നിങ്ങളൊരു റിലേഷൻഷിപ്പിലേക്ക് വരാനായിരിക്കാം, ജോബിലേക്ക് വരാൻ നിങ്ങൾ പ്രിപ്പയർഡ് ആയിട്ട് നിൽക്കുന്നതായിരിക്കാം, നിങ്ങളുടെ കോഴ്സ്, നിങ്ങളുടെ എക്സാംസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് നിൽക്കുന്നതായിരിക്കാം. ഓർ ചില കാര്യങ്ങൾ നിങ്ങൾക്കറിയാം, എല്ലാ രീതിയിലും നിങ്ങൾ ഒരു സമയത്തിന് വേണ്ടിയിട്ട് ഓൾറെഡി ഫിക്സ് ചെയ്തിട്ടുള്ള ഒരു സമയം അല്ലെങ്കിൽ ഒരു ഫിക്സ് ചെയ്തിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യാണ് ഈ ഒരു ടൈം, റൈറ്റ്? ആൻഡ് വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ എന്തിലേക്കാണ് വരുന്നത്, എന്തിലേക്കാണ് നിങ്ങൾ എത്തേണ്ടത്, അതിനുവേണ്ടി നിങ്ങൾ വളരെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തു വരുന്നുണ്ട്, അല്ലെങ്കിൽ വളരെ നല്ല രീതിയിൽ നിങ്ങൾ മാറി വരുന്നുണ്ട്, നല്ലൊരു മാറ്റം നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്, നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഉണ്ടാവുന്നുണ്ട്, നിങ്ങളുടെ കൺഫ്യൂഷൻസ് ക്ലിയർ ആവുന്നുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾ എന്തിലേക്കാണ് വരേണ്ടത്. ഓർ ഈവൻ നിങ്ങൾ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള തീരുമാനമാണ് എടുത്തതെങ്കിൽ പോലും നിങ്ങൾക്കറിയാം ഇതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഇതിലേക്കാണ് നിങ്ങൾ എത്തേണ്ടത്, റൈറ്റ്? സോ നിങ്ങൾക്ക് ആ ഒരു ക്ലാരിറ്റി നിങ്ങളുടെ പാസ്റ്റിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, റൈറ്റ്? ചില ആളുകൾക്ക് ഈ സമയം നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു മേജർ ഇവന്റ് സംഭവിക്കുന്നുണ്ടായിരിക്കണം, അല്ലേ? ഒന്നുകിൽ നിങ്ങൾ കുറച്ച് സമയത്തിനുള്ളിൽ നിങ്ങൾ ജോബിലേക്ക് വരാൻ പോവാണ്, കുറച്ച് സമയത്തിനുള്ളിൽ നിങ്ങൾ വേറൊരു പ്ലേസിലേക്ക് മൂവ് ചെയ്യാൻ പോവാണ്, കുറച്ച് സമയം എന്ന് പറയുന്നത് മേ ബി കുറച്ച് മാസം സമയത്തിനുള്ളിലായിരിക്കാം, കുറച്ച് ആഴ്ചകൾക്കുള്ളിൽ നിങ്ങളുടെ ലൈഫിൽ എന്തൊരു കാര്യം സംഭവിക്കാൻ പോവാണ്, and അത് നിങ്ങൾ അവെയർ ആണ്. ഓക്കെ, സോ നിങ്ങൾക്കറിയാം എന്തൊരു മീറ്റിംഗ് ആയിരിക്കാം, ചില ആളുകൾക്ക് നിങ്ങൾ എന്തൊരു കാര്യം നിങ്ങൾ ആരെങ്കിലും മീറ്റ് ചെയ്യാൻ പോകുന്നതായിരിക്കാം, ഓർ ജോയിൻ ചെയ്യുന്നതായിരിക്കാം, റീലൊക്കേറ്റ് ചെയ്യുന്നതായിരിക്കാം. ഓക്കെ, ചില ആളുകൾ നിങ്ങൾ വളരെ ലോങ് ഡിസ്റ്റൻസിലേക്ക് പോകുന്നുണ്ടായിരിക്കണം, റൈറ്റ്? മേ ബി അവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇൻവോൾവ് ആവുന്നുണ്ടായിരിക്കണം. ഇറ്റ്സ് ലൈക്ക് നിങ്ങളുടെ പാർട്ട്ണറുടെ കൂടെ റീലൊക്കേറ്റ് ചെയ്യുന്നതായിരിക്കാം, നിങ്ങളുടെ പാർട്ട്ണറുടെ പ്ലേസിലേക്ക് പോകുന്നതായിരിക്കാം. ചില ആളുകൾക്ക് നിങ്ങളുടെ ലൈഫിൽ മാരേജ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, വളരെ കുറച്ച് ആളുകൾക്ക് അത് പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. സോ നിങ്ങൾക്കറിയാം നിങ്ങൾ എന്തിനു വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങളുടെ മനസ്സ്, ശരീരം ഒരു കാര്യം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളത്. ആൻഡ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ പ്രഗ്നൻസി എക്സ്പെക്ട് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ വെരി സൂൺ നിങ്ങൾ ഡിസ്കവർ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ പ്രഗ്നന്റ് ആണെന്നുള്ളൊരു കാര്യമായിരിക്കാം. ഓക്കെ, വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പ്രഗ്നൻസി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ട്, റൈറ്റ്? അത് നിങ്ങൾ വളരെ പ്ലസന്റ് ആയിട്ട് എടുക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വരുന്ന സമയത്ത് ഇറ്റ്സ് ലൈക്ക് നിങ്ങളൊരു വലിയൊരു കാത്തിരിപ്പിന് ശേഷം നിങ്ങളുടെ പാർട്ട്ണറെ നിങ്ങൾ കാണാൻ പോവാണ്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് വളരെ ഡെഡിക്കേറ്റ് ആയിട്ട് കാത്തിരുന്നൊരു വൈഫ് പോലെ, ഡെഡിക്കേറ്റ് ആയിട്ട് അവരുടെ ഒരു പാർട്ട്ണറെ പ്രസൻസ് ആഗ്രഹിച്ച് കാത്തിരുന്ന, അത്ര ഒരു പരിശുദ്ധമായിട്ട് കാത്തിരുന്ന ഒരു പെണ്ണിനെ പോലെ, ഓക്കെ, ഒരു ഫെമിനിൻ, റൈറ്റ്? സോ അങ്ങനത്തെ എന്തോ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ട്. സോ ചില ആളുകൾക്ക് നിങ്ങൾ വെരി സൂൺ നിങ്ങൾ എന്തോ ഒരു കാര്യം ഇതുപോലെ മീറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ആൻഡ് വളരെ ഒരു അട്രാക്ഷൻ, ചില ആളുകൾ നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിന് അത്രയൊരു ജെന്യൂനിറ്റി ഉണ്ട്, അത്രയൊരു ഇന്നസെൻസ് ഉണ്ട് ആ ഒരു കാര്യത്തിൽ, അത്രയൊരു ഡെഡിക്കേഷൻ നിങ്ങളുടെ ആ ഒരു പ്രവൃത്തിയിൽ ഉണ്ടായിട്ടുണ്ട്, റൈറ്റ്? സോ അത് എവിടെയും പോവില്ലേ ഗൈസ്, ട്രസ്റ്റ് മീ. നിങ്ങൾ അങ്ങനെ നിങ്ങളുടെ മനസ്സ്, ശരീരം നിങ്ങൾ അങ്ങനെ കീപ്പ് ചെയ്തിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ, ഓർ നിങ്ങളുടെ മനസ്സ്, ശരീരം ജെന്യൂൻലി ഒരു കാര്യം ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ, ചില കാര്യങ്ങൾ നിങ്ങൾ ആ ഒരു കാത്തിരിപ്പ് അവസാനിക്കുന്നുണ്ട്. ഓക്കെ, സോ ചിലത് ഇറ്റ്സ് ലൈക്ക് അണ്ടർനീത്ത് ചില കാര്യങ്ങൾ ഓൾറെഡി സംഭവിക്കുന്നുണ്ട്. ഓക്കെ, ഈ ഒരു മൊമെന്റിൽ, ഈ ഒരു സെക്കൻഡിൽ നിങ്ങളുടെ ലൈഫിൽ ചില കാര്യങ്ങൾ റൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇറ്റ്സ് ലൈക്ക് നമുക്ക് വേരിന്റെ വളർച്ച നമുക്ക് കാണാൻ സാധിക്കില്ല, അല്ല അത് മണ്ണിനടിയിലേക്ക്, അത് വളരെ സീക്രറ്റ് ആയിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മെയിൻലി
ചില ആളുകൾക്ക് നിങ്ങളുടെ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമായിരിക്കാം. നിങ്ങളുടെ ആ ഒരു എഫേർട്ട്, നിങ്ങളുടെ ആ ഒരു ഡെഡിക്കേഷന് ഉള്ളൊരു കാര്യം ഓൾറെഡി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ നിങ്ങൾ എന്തിലാണോ എക്സ്പെക്ട് ചെയ്ത് നിൽക്കുന്നത്, എന്താണോ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, എന്തിനു വേണ്ടിയിട്ടാണോ നിങ്ങൾ ജെന്യൂൻലി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, സോ വെരി സൂൺ നിങ്ങളുടെ ആ ഒരു കാര്യം നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്, മീറ്റ് ചെയ്യുന്നുണ്ട്. ചില ആളുകൾ നിങ്ങളുടെ ആ ഒരു എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ സിറ്റുവേഷൻ എങ്ങനെയൊക്കെ വരുന്ന സമയത്തും ഒരിക്കലും നിങ്ങൾക്ക് വേണ്ട ഒരു കാര്യം അല്ലെങ്കിൽ നിങ്ങൾ ജെന്യൂൻലി ട്രൈ ചെയ്തിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ ഗിവ് അപ്പ് ചെയ്യാതിരിക്കാം. ഓക്കെ, ആക്ഷൻ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ഒരുപാട് ഇവോൾവ് ആവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങളുടെ ക്ഷമ, നിങ്ങളുടെ എഫേർട്ട്, നിങ്ങളുടെ സ്ട്രഗിൾ, നിങ്ങളെന്ന വ്യക്തിയെ ഒരുപാട് ഡീപ്പായിട്ട് നിങ്ങൾക്കും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഓക്കെ, ഈ സമയത്ത് നിങ്ങൾ മെയിൽ ഓർ ഫീമെയിൽ, നിങ്ങൾ വളരെ പവർഫുൾ ആയിട്ട് ഒരു കാര്യം നിങ്ങൾ കണക്ട് ചെയ്യുന്നത് നിങ്ങളുടെ ക്ഷമയാണ്. റൈറ്റ്, സോ അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഈ ഒരു സമയത്ത് നിങ്ങൾ ഒന്നിലേക്കും റഷ് ചെയ്യുന്നില്ല, നിങ്ങൾ ആ ഒരു പേഷ്യൻസ് നിങ്ങളെടുത്ത് കാണിക്കുന്നുണ്ട്, നിങ്ങൾ സിറ്റുവേഷൻ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങളൊന്നും ഫോഴ്സ് ചെയ്യുന്നില്ല. ചില കാര്യങ്ങൾ ഡെസ്പറേറ്റ് ആയിട്ട് ഫോഴ്സ് ചെയ്യുന്നില്ല സംഭവിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ അതിൻ്റെ ആ ഒരു ഫ്ലോയിൽ കൂടി ആയിരിക്കാൻ പോകുന്നുണ്ടായിരിക്കാം. ഈവൻ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ട്രിഗർ ചെയ്യുന്ന സമയത്തും, നിങ്ങൾ ദേഷ്യം പിടിപ്പിക്കുന്ന കാര്യങ്ങളുണ്ടെങ്കിലും അതൊന്നും നിങ്ങളെ ബാധിക്കാത്ത രീതിയിൽ നിങ്ങൾക്ക് ലൈഫിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ്റെ ആ ഒരു ഫ്ലോയിൽ നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നുണ്ട്. ബിക്കോസ് ഈവൻ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ കോൺഷ്യസ്ലി അറിയില്ല എന്നുണ്ടെങ്കിലും ഡീപ് ഡൗൺ നിങ്ങൾക്ക് നിങ്ങളുടെ ജേർണിയെ പറ്റി ഒരു അവയർനെസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ ചില കാര്യങ്ങൾ നാച്ചുറലി തന്നെ നിങ്ങളെ കാം ആക്കുന്നുണ്ട്. റൈറ്റ്, സോ ഈ ഒരു സമയത്ത് സംഭവിക്കുന്ന അതേ കാര്യങ്ങൾ മുന്നേ സംഭവിച്ച സമയത്ത് നിങ്ങൾ വളരെ ഡെസ്പറേറ്റ് ആയിട്ടോ വളരെ പേടിച്ചിട്ടോ ആയിരിക്കാം സിറ്റുവേഷൻ ഡീൽ ചെയ്തിട്ടുണ്ടായിരിക്കുക. പക്ഷെ അതേ ഒരു സിറ്റുവേഷനിൽ കൂടി ആയിരിക്കും നിങ്ങൾ ഇപ്പോഴും പോകുന്നുണ്ടായിരിക്കുക. പക്ഷേ അന്ന് നിങ്ങൾ പേടിച്ചതുപോലെ അല്ലെങ്കിൽ ഇന്നലെ നിങ്ങൾ പേടിച്ചതുപോലെ ഡെസ്പറേറ്റ് ആയിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിച്ചതുപോലെ റഷ് ചെയ്യാൻ നോക്കിയതുപോലെ ഇന്ന് നിങ്ങൾ ചെയ്യുന്നില്ല. ഓക്കെ, സോ ആ ഒരു ഇമോഷണൽ മെച്യൂരിറ്റി നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഉണ്ടാവുന്നുണ്ട്. റൈറ്റ്, സോ ചില കാര്യങ്ങൾ നിങ്ങളെ പേടിപ്പിക്കുന്നില്ല, ചില കാര്യങ്ങൾ നിങ്ങളുടെ ക്ഷമ കെടുത്തുന്നില്ല. ഓക്കെ, സോ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം, ചിലത് സമയം എടുത്ത് സംഭവിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ ലൈഫിൽ. ചില ആളുകൾക്ക് നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ വരുന്നത് മേ ബി നിങ്ങൾ ചില പ്ലേസിൽ നിന്ന് നാച്ചുറലി ഡിറ്റാച്ച്ഡ് ആയിട്ടുണ്ടായിരിക്കണം, അല്ലെങ്കിൽ ചിലത് നിങ്ങൾ ഗിവ് അപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, സോ ഐം നോട്ട് ടെല്ലിങ് നിങ്ങൾ ഓൾറെഡി ഗിവ് അപ്പ് ചെയ്തിട്ടുള്ള ചില കാര്യത്തിൽ വീണ്ടും ഹോപ്പ് വെക്കുക എന്നുള്ളതല്ല. ബട്ട് ഡെഫിനറ്റ്ലി നിങ്ങൾ എന്താണോ അത്രയും ജെന്യൂൻ ആയിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് ചില കാര്യങ്ങൾ ഗിവ് അപ്പ് ചെയ്യുന്നത്, സോ അവിടെ എന്തൊരു മാറ്റം സംഭവിക്കുന്നുണ്ട്. ഓക്കെ, അവിടെ ചില കാര്യങ്ങൾ ഗ്രോ ചെയ്തു വരുന്നുണ്ട്. ഓൾറൈറ്റ്, അവിടെ ചില കാര്യങ്ങൾ വരുന്നുണ്ട്. സോ ദാറ്റ് ഈസ് എ ഗുഡ് ആക്ഷൻ. ഇപ്പം നിങ്ങൾ ചില കാര്യങ്ങൾ അത്രയും നിങ്ങൾ പിറകെ നടക്കാത്ത ചില കാര്യങ്ങൾ നിങ്ങൾ ഓൾമോസ്റ്റ് ആ ഭാഗത്തേക്ക് നോക്കാതെ ഇനി മുന്നോട്ട് പോവാൻ തീരുമാനിച്ചിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ നിങ്ങളുടെ ആ ഒരു ജേർണി കണ്ടിന്യൂ ചെയ്യുക. അത് അതിൻ്റെ പണിയെടുത്തോട്ടെ, അത് വരുന്നുണ്ടെങ്കിൽ വന്നോട്ടെ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ തന്നെ നിങ്ങൾ പോവാം. ഓക്കെ, സോ ചില സമയത്ത് നമ്മൾ ഒരുപാട് കെയർ കൊടുക്കാത്തതാണ് ചില കാര്യത്തിന് നല്ലത്. അത് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ അതിന് വളരാൻ, നാച്ചുറലി വളരാൻ. ഓക്കെ, സോ മനസ്സിലാക്കുക, നിങ്ങൾക്കുള്ള വളരെ സ്ട്രോങ് മെസ്സേജ് എന്ന് പറയുന്നത് നിങ്ങൾ അങ്ങനെ ജെന്യൂൻലി ആഗ്രഹിച്ചിട്ടുള്ള വർക്ക് ചെയ്തിട്ടുള്ള ഡെഡിക്കേറ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരു കാര്യം എവിടെയും പോകുന്നില്ല. ഓക്കെ, അത് അതിൻ്റെ സമയത്ത് അതിൻ്റെതായിട്ടുള്ള ഒരു രീതിയിൽ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. ബിക്കോസ് നിങ്ങൾ ഓൾറെഡി ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ കണക്റ്റഡ് ആണ്. ഓക്കെ, സോ നിങ്ങൾക്ക് ആ ഒരു കണക്ഷൻ അല്ലെങ്കിൽ ആ ഒരു പേർപ്പസ് ഈ ഒരു കാര്യമായിട്ടുള്ളത് കൊണ്ടാണ് ചില കാര്യത്തിനോട് അത്രയും ആത്മാർത്ഥതയോട് കൂടിയിട്ട് നിങ്ങൾക്ക് ശ്രമിക്കാൻ തോന്നിയിട്ടുള്ളത്. ഓക്കെ, ബട്ട് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ഗിവ് അപ്പ് ചെയ്യുന്നതാണ് നല്ലത് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഗിവ് അപ്പ് ചെയ്യുക. ആൻഡ് സീ ദിസ് ഇസ് എ വെരി സ്ട്രോങ് കൺഫർമേഷൻ. ഓക്കെ, സോ നമ്മൾ പറഞ്ഞു റൂട്ടിൻ്റെ കാര്യം അല്ലേ. സോ ചില കാര്യങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ടാണ് റൂട്ട് ചെയ്യുന്നത് നിങ്ങളുടെ ലൈഫിൽ. സോ നിങ്ങൾ റിലേറ്റ് ചെയ്യുക ഇത് എവിടേക്കാണ് കണക്ട് ചെയ്യേണ്ടത് എന്നുള്ളത്. ചില ആളുകൾക്ക് അത് പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. അതാണ് നിങ്ങൾ പ്രോബബ്ലി ഗീവ് അപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കാം അല്ലേ. സോ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ കൂടിയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് എന്താണ് ഈ ഒരു സമയത്ത് തോന്നുന്നത് നിങ്ങൾ അതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് വരേണ്ട ചില കാര്യങ്ങളുണ്ട്, അത് ഈവൻ നിങ്ങൾ ഗിവ് അപ്പ് ചെയ്താലും
നിങ്ങളുടെ ലൈഫിൽ വരും. ഓക്കെ, റിപ്പീറ്റ് ആഫ്റ്റർ മീ. ഞാൻ അത്ര ആത്മാർത്ഥതയോട് കൂടിയിട്ട് ശ്രമിച്ച് നടക്കാത്തൊരു കാര്യം ഞാൻ ഗിവ് അപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അതെൻ്റെ ലൈഫിൽ വരേണ്ടതാണെന്നുണ്ടെങ്കിൽ എൻ്റെ ലൈഫിൽ അതിൻ്റെ വഴി കണ്ടുപിടിച്ച് വരും. ഓക്കെ, സോ റിലേറ്റ് ചെയ്യുക എന്താണ് നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ നിങ്ങൾ കണക്ട് ചെയ്യേണ്ടത് എന്നുള്ളത്. ഓക്കെ, ബിക്കോസ് ചിലത് നിങ്ങൾ ഓൾറെഡി കണക്റ്റഡ് ആണ്. ഓക്കെ, സോ ഞാൻ ചില റീഡിങ്ങിൽ പറയുന്നത് പോലെ നിങ്ങൾ എന്താണോ അത്രയും ഡീപ്പായിട്ട് ആഗ്രഹിക്കുന്നത്, എന്താഗ്രഹമാണോ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ വന്നിട്ടുള്ളത്, ചിലത് നിങ്ങളുടെ ലൈഫിൽ ഓൾറെഡി, നിങ്ങളുടെ ഫ്യൂച്ചർ സെൽഫിൽ ഓൾറെഡി ഉള്ളൊരു കാര്യമാണ്. അതുകൊണ്ടാണ് നമുക്ക് ചിലത് വിട്ട് കൊടുക്കാൻ പറ്റാത്തത്. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പോലും എക്സ്പെക്ട് ചെയ്യാതെ ഈ ഒരു കാര്യം നമ്മുടെ ലൈഫിൽ വരുന്നത്. അത് നമ്മുടെ ഒരു പേർപ്പസ് ആയിരിക്കാം, പാഷൻ ആയിരിക്കാം, നമുക്ക് അത്ര ഇഷ്ടമുള്ളൊരു കാര്യമായിരിക്കാം, ഇഷ്ടമുള്ളൊരു ആളായിരിക്കാം ചില സമയത്ത്. ഓക്കെ, സോ ഈവൻ നിങ്ങൾക്ക് അങ്ങനത്തെ അത്രയൊരു അറ്റാച്ച്മെന്റ് ചില കാര്യത്തിനോട് തോന്നിയാലും നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടും നടക്കില്ല എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ ആ ഒരു കാര്യത്തെ വിട്ടുകളഞ്ഞേക്കുക, ഗിവ് അപ്പ് ചെയ്യുക. ഓക്കെ, അല്ലെങ്കിൽ അത്ര ഒരു ലീസ്റ്റ് കെയർ ആ ഒരു കാര്യത്തിന് കൊടുക്കുക. ബിക്കോസ് what I can feel guys, ചില കാര്യങ്ങൾ ഇറ്റ്സ് ലൈക്ക് നിങ്ങളൊരു കാര്യം ഓർഡർ ചെയ്തിട്ടുണ്ട്, നിങ്ങളൊരു റെസ്റ്റോറൻറ്റിൽ പോയി നിങ്ങളുടെ ഫേവറേറ്റ് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. പക്ഷെ ചില ആളുകൾ ചെയ്യുന്നത്, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് കുക്കിൻ്റെ അടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായി എന്നുള്ളത്. സോ അയാൾക്ക് എത്ര ഇറിറ്റേഷൻ ഉണ്ടാവും അല്ലേ, അയാളുടെ ഒരു വർക്കിൽ അയാൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. സോ ഇൻസ്റ്റീഡ് ഓഫ് ദാറ്റ് യു ഷുഡ് ട്രസ്റ്റ്. ഓക്കെ, അത് വരും, നിങ്ങൾ എന്തായാലും ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് മേ ബി ലൈക്ക് അരമണിക്കൂർ കൊണ്ട് കുക്ക് ചെയ്യേണ്ട ഒരു കാര്യമായിരിക്കാം, 1 hour കൊണ്ട് കുക്ക് ചെയ്യേണ്ട ഒരു കാര്യമായിരിക്കാം, അല്ലെങ്കിൽ ഒരു 6 hours കൊണ്ട് കുക്ക് ചെയ്യേണ്ട ഒരു കാര്യമായിരിക്കാം. ക്ഷമയോട് കൂടിയിട്ട് നിങ്ങൾ ഇരിക്കാം, അത് നിങ്ങളുടെ ലൈഫിലേക്ക് വരും. ഓക്കെ, സോ ഈ ഒരു സമയത്ത് വളരെ പവർഫുൾ ആയിട്ട് സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, എന്തൊക്കെയാണോ നിങ്ങളെ ലിമിറ്റ് ചെയ്യുന്നത്, ഓക്കെ, എന്തൊക്കെയാണോ നിങ്ങളെ ലിമിറ്റ് ചെയ്യുന്നത് അതിന്നൊക്കെ നിങ്ങൾ ഫ്രീ ആയിട്ടുണ്ട് ഓൾറെഡി. അതാണ് നിങ്ങൾ ഇത്ര സമയമായിട്ട് ഡെസ്പറേറ്റ് ആയിട്ട് എടുത്തിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഡെസ്പറേറ്റ് ആയിട്ട് എടുക്കുന്നില്ല. നിങ്ങൾ വളരെ കാമായിട്ട് സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്, ഡീൽ ചെയ്യുന്നുണ്ട്, റൈറ്റ്? അല്ലെങ്കിൽ എന്തൊക്കെയാണോ നിങ്ങൾ ബ്ലോക്ക് ചെയ്തിട്ടുള്ളത്, എന്തൊക്കെ തോട്ട്സിലാണോ നിങ്ങൾ സ്റ്റക്ക് ആയിട്ടുള്ളത്. ഇത് ചില ആളുകൾക്ക് കംപ്ലീറ്റ്ലി ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ ആണ്. ഓക്കെ, സോ ഫൈനാൻഷ്യലി എന്തൊക്കെ ബ്ലോക്സ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ, ഫൈനാൻഷ്യലി എന്തൊക്കെ ഫിയേഴ്സ് നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ടുണ്ടോ, സാഹചര്യം അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പേടി, ടെൻഷൻ, ജോബ് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിൽ അതിന്ന് കംപ്ലീറ്റ്ലി നിങ്ങൾ റിലീസ് ആവാൻ പോവാണ്. ഓക്കെ, അതിന്ന് നിങ്ങളൊരു പുതിയൊരു ചാപ്റ്ററിലേക്ക്, പുതിയൊരു സിറ്റുവേഷനിലേക്ക് വരാൻ പോവാണ്. സോ എന്തെങ്കിലും ഒരു ഫൈനാൻഷ്യൽ ക്രൈസിസിലൂടെയാണ് നിങ്ങൾ ഈ ഒരു സമയത്ത് പോകുന്നതെങ്കിൽ ഗൈസ്, എൻ്റെ വാക്ക് നിങ്ങൾ ബ്ലൈൻഡ്ലി വിശ്വസിച്ചോളൂ. നിങ്ങളുടെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ ചേഞ്ച് ആവാണ്. ആ ചേഞ്ച് ആവുന്നത് നിങ്ങൾക്ക് എപ്പോഴാണ് ചേഞ്ച് ആവാൻ നിങ്ങൾക്ക് മനസ്സിലാവുക, ഇന്ന് നിങ്ങൾക്ക് അല്ലെങ്കിൽ ഇന്നലെ വരെ നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ടുള്ള സാമ്പത്തികപരമായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ടുള്ള പേടി, ടെൻഷൻ, അത് ഇപ്പോഴും ഇന്നും അവിടെ തന്നെ ഉണ്ടായിരിക്കണം. പക്ഷെ നിങ്ങൾക്ക് പേടി ഉണ്ടാവില്ല. ഇന്നലെ തോന്നിയിട്ടുള്ള ഒരു പേടി ഈ ഒരു സിറ്റുവേഷനോട് ഉണ്ടായിരിക്കില്ല. സംവേർ നിങ്ങൾക്കറിയാം സിറ്റുവേഷൻ നല്ല രീതിയിൽ സംഭവിക്കാൻ പോവാണ്. സംവേർ നിങ്ങൾക്കറിയാം ഇത് എന്നെ ഫൈനാൻഷ്യലി ഡൗൺ ആക്കാൻ പോകുന്ന ഒരു കാര്യമല്ല എന്നുള്ളത്. ഓക്കെ, അല്ലെങ്കിൽ എൻ്റെ ഒരു ഇൻകം കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമല്ല എന്നുള്ളത്, എൻ്റെ ഒരു കരിയർ കംപ്ലീറ്റ്ലി ഇല്ലാണ്ടാക്കാൻ പോകുന്ന ഒരു കാര്യമല്ല എന്നുള്ളത്. ഓക്കെ, അല്ലെങ്കിൽ ഇന്ന് നിങ്ങൾക്കൊരു ഫൈനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് എവിടെന്നെങ്കിലും അത് മാനേജ് ചെയ്തു പോകാൻ പറ്റുന്നുള്ള ഒരു വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിരിക്കാം. എന്താണോ നിങ്ങൾക്ക് ക്യാഷ് റിലേറ്റഡ് ആയിട്ട്, ജോബ് റിലേറ്റഡ് ആയിട്ട് എന്ത് ഫിയർ ആണോ ഈ ഒരു സമയത്ത് തരുന്നത്, അത് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതിന്ന് നിങ്ങൾ ഓവർകം ചെയ്യും. ഓക്കെ, ഇന്നും നിങ്ങൾക്ക് ആ ഒരു പ്രശ്നം ഉണ്ടാവും, നാളെ മേ ബി ആ ഒരു പ്രശ്നം ഉണ്ടായിരിക്കണം. പക്ഷേ ഇന്നലെ തോന്നിയിട്ടുള്ള ആ ഒരു പേടി, ടെൻഷൻ നിങ്ങൾക്ക് ഉണ്ടാവില്ല. നിങ്ങൾ നാച്ചുറലി തന്നെ അത് സെറ്റിൽ ആവുന്നുണ്ട് ആ ഒരു ഇമോഷൻ. ഓക്കെ, സോ നിങ്ങൾ പേടിക്കില്ല സിറ്റുവേഷൻ എങ്ങനെ വരുന്ന സമയത്തും. ഓക്കെ, സോ കുറച്ച് സമയത്തേക്ക് നിങ്ങൾ ആൾക്കാർ പറയുന്ന കാര്യത്തിൽ നിങ്ങൾ പാനിക് ആവാതിരിക്കുക. ആരെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്ന സമയത്ത് നിങ്ങൾ പാനിക് ആയിട്ട് എടുക്കാതിരിക്കുക, നിങ്ങൾ അതിൽ ഒരുപാട് ഹേർട്ട് ആവാതിരിക്കാം. ഓക്കെ, ഈ ഒരു സമയത്ത് ലൈക്ക് ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഡിസയറിനും ഇടയിൽ എന്തൊരു ബുദ്ധിമുട്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാണ്. മേ ബി അത് ഒരു തേർഡ് സിറ്റുവേഷൻ ആയിരിക്കാം, തേർഡ് പാർട്ടി ആയിരിക്കാം റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത്, ഓർ നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ നിങ്ങൾ എന്താണ് ഈ ഒരു സമയത്ത് ഒരു തടസ്സമായിട്ട് കാണുന്നത്, അത് നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾ അത് ഒരുപാട് ഹേർട്ട് ചെയ്യുള്ളൂ. ഓക്കെ, ഇന്ന് കാണുന്ന തടസ്സങ്ങൾ നാളെ കണ്ടോളണം എന്നില്ല, നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ ഉണ്ടായിരിക്കാം. ഓക്കെ, സോ ചിലത് ലൈക്ക് നിങ്ങൾ എന്താണോ ഈ ഒരു സമയത്ത് നിങ്ങളെ ഹേർട്ട് ചെയ്യാനുള്ള സാധ്യതയുള്ള കാര്യങ്ങൾ, നിങ്ങൾ കേൾക്കുന്ന കാര്യങ്ങൾ, ആളുകൾ പറയുന്ന കാര്യങ്ങൾ, അതിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യരുത്. നിങ്ങളുടെ കംപ്ലീറ്റ് ഫോക്കസ് വേണ്ടത് നിങ്ങളുടെ ഇമോഷൻസ് എങ്ങനെ നിങ്ങൾ ഡീൽ ചെയ്യണം എന്നുള്ളതാണ്. എന്തൊക്കെ സാഹചര്യങ്ങൾ സംഭവിക്കുന്ന സമയത്തും
നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് ഫോക്കസ് ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ യൂണിക് ആയിട്ടുള്ള ആഗ്രഹത്തിലേക്ക് ഫോക്കസ് ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ ഒരു ഫാന്റസിയിലേക്ക് കൂടുതൽ കണക്ട് ചെയ്യുക. ഫാന്റസി എന്ന് ഞാൻ ഉദ്ദേശിച്ചത്, ചില കാര്യങ്ങൾ നിങ്ങൾ ഈ സമയത്ത് ആഗ്രഹിക്കേണ്ടത് നിങ്ങൾക്ക് എന്താണോ ഇംപോസിബിൾ എന്ന് തോന്നുന്നതാണ്. ഓക്കെ, അത് നിങ്ങൾക്കാണ് ഇംപോസിബിൾ ആയിട്ട് തോന്നുന്നത്. സോ ഇപ്പം നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവത്തിനോ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു പവറിന് അത് ഇംപോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമില്ല. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു 5 രൂപ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഒരു 5 കോടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും യൂണിവേഴ്സിന് അതൊക്കെ സെയിം ആണ്. നമുക്കാണ് അത് ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നുന്നത്. ഓക്കെ, സോ നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹത്തിൽ സ്റ്റിക്ക് ഓൺ ആയിട്ട് നിൽക്കുക. ഓൾറൈറ്റ്, ഓക്കെ, ഈവൻ അത് സംഭവിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ബട്ട് നിങ്ങൾ അത് ലൈക്ക് ചിലത് ഓക്കെ, ഇപ്പൊ നമ്മൾ വെറുതെ ഡ്രീം ചെയ്യുന്നതിന് നമ്മൾ ക്യാഷിന് കൊടുക്കേണ്ട കാര്യമില്ല അല്ലേ? എക്സാക്ട്ലി. സോ നിങ്ങൾ റിലേറ്റ് ചെയ്യുക. സോ നിങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങൾ പോകുന്നത് നിങ്ങൾ പ്രോബബ്ലി നിങ്ങളെ ഡൗൺ ആക്കാൻ സാധ്യത ഉണ്ടായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് നിങ്ങൾ മാറിപ്പോകുന്നത്. ഓക്കെ, അത് ഈവൻ നിങ്ങളുടെ തോട്ട്സ് ആയിരിക്കാം. ചില ആളുകളുടെ അടുത്ത് നിന്ന് നിങ്ങൾ മാറി നിൽക്കുന്നുണ്ട്. ബിക്കോസ് ഈ ഒരു സമയത്ത് നിങ്ങൾ ഈവൻ നിങ്ങൾക്ക് ഒരു സ്റ്റക്കായി തോന്നിയിട്ടുള്ള ഒരു പ്ലേസ് ഒന്നും, അല്ലെങ്കിൽ എന്തൊക്കെയാണോ നിങ്ങളെ കുറച്ച് സമയമായിട്ട് ബ്ലോക്ക് ആക്കിയിട്ടുള്ളത്, അവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഇൻസൈറ്റ് കിട്ടുന്നുണ്ട്. അവിടെ നിന്നൊക്കെ നിങ്ങൾ സ്വയം നിങ്ങളുടേതായിട്ടുള്ളൊരു ബൗണ്ടറി സെറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടേതായിട്ടുള്ള ഒരു സ്പേസിലേക്ക് നിങ്ങൾ വരാൻ ട്രൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ചില കാര്യങ്ങൾ, നിങ്ങൾ കേൾക്കുന്ന കാര്യങ്ങൾ ഒരുപാട് പേഴ്സണലി എടുക്കാതിരിക്കാം. ഓക്കെ, നിങ്ങൾ സറൗണ്ടിങ്ങിലേക്ക് നോക്കുന്ന സമയത്ത്, നിങ്ങളുടെ ചുറ്റുപാടിലേക്ക് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ആഗ്രഹം ഒരു രീതിയിലും നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ ഒരു പോസിബിലിറ്റി നിങ്ങൾ കാണുന്നുണ്ടായിരിക്കില്ല. ഓക്കെ, സോ മേ ബി ചില ആളുകൾ അതായിരിക്കാം ബ്ലോക്ക് ചെയ്യുന്നുണ്ടായിരിക്കാം. സോ ഇറ്റ്സ് ഓക്കെ. ലൈക്ക് ഇപ്പം നിങ്ങൾക്ക് ആ ഒരു വിസിബിലിറ്റി കാണാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിലും, എത്ര അത് ഇംപോസിബിൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിലും, ഓക്കെ, ഈ ഒരു സമയത്ത് അത് ഗിവ് അപ്പ് ചെയ്യേണ്ടതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗിവ് അപ്പ് ചെയ്യാം. ആ ഒരു ഗിവ് അപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പറയേണ്ടത്, അതെനിക്കുള്ളതാണെന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ വഴി കണ്ടെത്തും നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ. സോ നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളൊരു ഫീലിങ്സ് എങ്ങനെയാണെന്നുള്ളത് അല്ലേ? നിങ്ങൾക്ക് ആ ഒരു ആഗ്രഹം എങ്ങനെയാണെന്നുള്ളത് വേറൊരാളെക്കാളും നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. റൈറ്റ്? ഒരു വഴി നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും നിങ്ങളത് കംപ്ലീറ്റ്ലി വിട്ടേക്കുക. ഓക്കെ, ഞാനിത് ഇവിടെ വീടാണ്, ബിക്കോസ് എനിക്ക് ഇത് ഇവിടുന്ന് ക്യാരി ചെയ്ത് പോകാനുള്ളൊരു സ്ട്രെങ്ത് ഇല്ല. റൈറ്റ്? എനിക്കെൻ്റെ മനസ്സ് നന്നായിട്ട് നോക്കണം, എൻ്റെ ശരീരം നന്നായിട്ട് നോക്കണം, എൻ്റെ ഈ ഒരു സിറ്റുവേഷനിലേക്ക് ഞാൻ നന്നായിട്ട് നോക്കണം. ഈ ഒരു ബേർഡൻസ്, ഈ ഒരു കൺഫ്യൂഷൻ വെച്ച് പോയാൽ എനിക്കൊരു ബുദ്ധിമുട്ടായിരിക്കാം. സോ ഞാൻ ഇത് ഇവിടെ വിടുകയാണ്. സോ അതിൻ്റെ ഒരു റൈറ്റ് ആയിട്ടുള്ളൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലൈഫിലേക്ക് വരട്ടെ എന്ന് പറയാനുള്ള ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഇത് എൻ്റെ റൈറ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, ഇതെൻ്റെ ആഗ്രഹമാണ്, പക്ഷേ ഈ സമയത്ത് എനിക്കിത് ക്യാരി ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് ഞാനും അവിടെ വീണ് പോവും. മാനസികപരമായിട്ടോ ശാരീരികപരമായിട്ടോ എനർജറ്റിക്കലോ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഞാൻ അതിൻ്റെ ഒരു മാറ്റത്തിലേക്ക് വരുന്ന സമയത്ത്, എനിക്ക് അങ്ങനത്തെ ഒരു സ്ട്രെങ്ത് ഉണ്ടാവുന്ന സമയത്ത്, അല്ലെങ്കിൽ എപ്പോഴാണോ അതെൻ്റെ ലൈഫിൽ വരേണ്ടത് അതിൻ്റെ ലൈഫിലേക്ക് വരട്ടെ, ഇപ്പൊ ഞാൻ അത്രയും ധൈര്യമായിട്ട് മുന്നോട്ട് നടക്കുകയാണ് എന്ന് പറയാനുള്ളൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടാവണം. ആൻഡ് നിങ്ങൾക്കുള്ളൊരു അഫർമേഷൻ എന്ന് പറയുന്നത്, എവ്രിതിങ് ഈസ് അലൈനിങ് ഫോർ മീ. Everything is aligning for me. Everything is aligning for me. So ഇത് നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ബിക്കോസ് നിങ്ങൾ കമൻറ്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ആളുകൾ അത് വായിക്കുകയാണ്. ഒരുപാട് ആളുകൾ അത് വായിക്കുന്ന സമയത്ത് നിങ്ങളുടെ വാക്കുകൾ, നിങ്ങളിലൂടെ ഒരുപാട് ആളുകൾ അവിടെ ഇൻസ്പയർഡ് ആവുകയാണ്. ഒരുപാട് ആളുകൾ അങ്ങനത്തെ ഒരു ഐഡിയ, അങ്ങനത്തെ ഒരു ഇൻറ്റൻഷൻ അവർ പോലും അറിയാതെ അത് വായിക്കുന്ന സമയത്ത് അവർക്ക് കിട്ടുകയാണ്. ഓക്കെ, സോ നിങ്ങൾ റിലേറ്റ് ചെയ്യുക, ഇവിടെയൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഇത് കണക്ട് ചെയ്യണം. ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ഗുഡ് നൈറ്റ്.